നിങ്ങളോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ ഏതെങ്കിലും അസുഖം കാരണം ആശുപത്രി കിടക്കയിലോ വീട്ടിലോ വേദന അനുഭവിക്കുന്നവരായിരിക്കാം. മരുന്നുകൾ കഴിച്ചിട്ടും മാറാതെയുള്ള വേദനകളിൽ പലരും പലപ്പോഴും നിരാശരാകാറുണ്ട്. എന്നാൽ അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹത്തെക്കുറിച്ചും രോഗങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഒറ്റമൂലിയെക്കുറിച്ചുമാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. സത്യവിശ്വാസികൾക്ക് ശമനവും കാരുണ്യവുമായിട്ടുള്ളത് ഖുർആനിലുള്ള നാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സൂറത്തുൽ ഇസ്രാ 82. അതേ പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഒരു വഴികാട്ടി മാത്രമല്ല, അതൊരു വലിയ മരുന്നാണ്, ശമനമാണ്. നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ നമ്മൾ എപ്പോഴും പാരായണം ചെയ്യുന്ന ഒരധ്യായമുണ്ട്, സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹ സൂറത്തിന് വിശുദ്ധ ഖുർആനിന്റെ മുഖവുര എന്നതിന് പുറമെ മറ്റൊരു പേരുണ്ട്, അശ്ശാഫിയ, രോഗശമനം നൽകുന്നത്. ഏതു വലിയ മാറാവ്യാധിയാണെങ്കിലും വേദനയാണെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്: അങ്ങേയറ്റത്തെ വിശ്വാസത്തോടെ അല്ലാഹുവാണ് രോഗം മാറ്റുന്നവൻ എന്ന പൂർണ്ണ ബോധ്യത്തോടെ 7 തവണ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക. എന്നിട്ടൊരു ഗ്ലാസ് വെള്ളത്തിൽ ഊതി ആ വെള്ളം കുടിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ എവിടെയാണോ വേദനയുള്ളത് അവിടെ വലതുകൈ വെച്ച് സൂറത്തുൽ ഫാത്തിഹ ഊതി തടവുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഏറ്റവും വലിയ മരുന്നാണ്. അസുഖങ്ങൾ വരുമ്പോൾ നാം ഒരിക്കലും നിരാശരാകരുത്. എന്റെ റബ്ബ് എനിക്കിതെന്തിനു തന്നു എന്ന് പരാതി പറയരുത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു മുഅ്മിനിന് ബാധിക്കുന്ന ക്ഷീണമോ രോഗമോ ദുഃഖമോ എന്തിന്, അവന്റെ കാലിലൊരു മുള്ളു തറച്ചാൽ പോലും അതിലൂടെ അല്ലാഹു അവന്റെ പാപങ്ങൾ പൊറുത്തുകൊടുക്കും. നമ്മുടെ വേദനകൾ അല്ലാഹു കാണുന്നുണ്ട്. ഓരോ വേദനയും നാളത്തെ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ പദവികൾ ഉയർത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ക്ഷമിക്കുക, അല്ലാഹുവിനോട് മാത്രം കൂലി ആഗ്രഹിക്കുക, അവന്റെ കലാമായ ഖുർആനിനെ നെഞ്ചോട് ചേർക്കുക, ആത്മാർത്ഥമായി ഫാത്തിഹ ഓതി ദുആ ചെയ്യുക. എല്ലാം കേൾക്കുന്ന കാണുന്ന റബ്ബ് നമ്മളിലും നമ്മുടെ കുടുംബത്തിലുമുള്ള എല്ലാ രോഗികൾക്കും പൂർണ്ണമായ ശിഫാ നൽകുമാറാകട്ടെ. വേദനിക്കുന്ന എല്ലാവർക്കും അല്ലാഹു ആശ്വാസം നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.